അവര് പ്രിയയ്ക്ക് പില്ലോയും വെച്ചു കൊടുത്ത് ഫാനും ഇട്ട് കൊടുത്തിരിക്കുന്നത്. ലോറൻസ് ആയിട്ട് ഇവരായിട്ട് ഇവിടെ കമ്പനി. ഇതൊക്കെയാണ് ഇവിടെ ചൈനീസിൽ നമ്മൾ ഷോപ്പിംഗ് എന്നുള്ള പാർട്ട് ടൈം. ഇത് കടക്കാരും അതിന്റെ കൂടെ ലോറൻസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. മറ്റേ 2 ലവ് ബേർഡ്സ് 2 തത്തകളെ വാങ്ങി അല്ലേ? അതെ, വെളി പറയുന്നില്ല. നമ്മളൊരു കച്ചവടം ഉറപ്പാക്കി. 2 മസാജ് ചെയർ ഭയങ്കര ഞങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. അതെ. ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഫ്രം ഗോങ്ജാവ്. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് മഴ പെയ്താലില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം ഇത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫേർണിച്ചർ സിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വ്ളോഗ് ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് മിക്കവരും വാങ്ങും, മിക്കവരും വാങ്ങത്തില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെംപ്റ്റേഷൻ വന്ന് എന്തെങ്കിലും എടുത്താലോ എന്നുള്ളൊരു പേടിയിലാണ് എല്ലാവരും വരുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കവർ ചെയ്യാം. പക്ഷേ എവരി വൺ വോണ്ട് ടു സീ ഫേർണിച്ചർ സിറ്റി. അതിന് അതൊരു സംഭവമാണ്. പിന്നെ പ്രിയ ഉണ്ട് കൂടെ. സോ പ്രിയ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ പോകുന്നത് വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഫേർണിച്ചർ മാർക്കറ്റിലേക്കാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻഡോർസ്, കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻ, വെരി കംഫർട്ടബിൾ ടു ഗോ. കാണാനും എൻജോയ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. സോ അങ്ങോട്ടാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ഒരു 2 മാസം മുമ്പ് വന്ന. ഇപ്പൊ തന്നെ ഞാൻ മറന്നുപോയി എങ്ങനെയാ ഞാൻ വന്ന, എവിടേക്കാ പോയി കണ്ടേന്ന്. ഒരു സൈഡിൽ ഓഫീസ് ഫേർണിച്ചർ, ഒരു സൈഡിൽ ചിൽഡ്രൻസ് ഫേർണിച്ചർ, ഒരു സൈഡിൽ ഹോട്ടൽ ഫേർണിച്ചേഴ്സ്, ഹോം ഫേർണിച്ചേഴ്സ്. ഇതെല്ലാം ഇനി കറക്റ്റായിട്ട് ഒന്നും കൂടെ ഇത്തവണയും കൂടെ കണ്ടാലേ ഏകദേശം ഒന്ന് ഓർമ്മ നിൽക്കുള്ളൂ. അത്രയും അധികം ഐറ്റംസ് ആണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് പല സ്ഥലത്തേക്ക് നമുക്ക് എവിടെയാണോ പോകേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് പോകേണ്ടത്. ഇറ്റ്സ് ജസ്റ്റ് സോ ക്രേസി. ഇവിടെ തന്നെ സാധാരണ എങ്ങനെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ താമസിച്ച് ഒരാഴ്ച വല്ലതും താമസിച്ച് ബാക്കിലൊക്കെ സൈഡിലൊക്കെ കാണുന്ന കുറേ ഹോട്ടൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാ ഒരു 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ഒന്നും കണ്ടുപിടിച്ച് പോകാൻ പറ്റില്ല. മിനിമം ഒരു 1 വീക്ക് ഇതിന് വേണ്ടി വരുവാണെങ്കിൽ. എല്ലാവരും ജീൻസിന്റെ പീസ് വെച്ച് ഉണ്ടാക്കിയ ഫേർണിച്ചറാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ബാലൻസിയാഗയുടെ കോപ്പിയാണ്. പക്ഷെ ഇതൊരു സ്റ്റൈലാ, ഒരു ട്രെൻഡി സ്ഥലത്തൊക്കെ ഇടാൻ പറ്റിയ സംഭവം. രാജേഷ് ഏട്ടന്റെ ഒരു കുറവുണ്ട് ഇവിടെ. ചേച്ചി കുറെ സാധനങ്ങൾ വെറുതെ വാങ്ങിയേനെ. ഓഫീസ് ചെയർ ആണ്, പക്ഷെ അത് ഫുൾ റിക്ലൈൻ ആവും. ഭയങ്കര വില അത്. റെസ്റ്റ് എടുക്കാൻ. പക്ഷെ ആ റെസ്റ്റ് എടുക്കണമെങ്കിൽ ആ കസരയ്ക്ക് 1.25 ലക്ഷം കണ്ടോ. ഇന്ത്യൻ ഫേർണിച്ചേഴ്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫേർണിച്ചേഴ്സ്, രാജസ്ഥാനി ഫേർണിച്ചർ, അതെല്ലാത്തിൻ്റെയും ഒരു പാറ്റേൺ പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നു. നോക്ക്, പ്രിയക്ക് ഇത് കണ്ടാൽ മിക്കവാറും എടുത്തുകൊണ്ട് പോയ സാധ്യതയുണ്ട്. എന്ത് രസമല്ലേ. ഇൻക്ലൂഡിങ് ആ ലാംപ്സ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. കസ്റ്റമൈസ് ചെയ്യും കേട്ടോ. നമ്മൾ ഏത് ഡിസൈൻ കൊടുത്താലും ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും ഇവിടുത്തെയൊക്കെ സ്ഥലങ്ങൾ. നോക്ക്, എന്തൊരു ഫിനിഷാ, എന്തൊരു വർക്കാ, എന്തൊരു ക്വാളിറ്റിയാ. ഇവിടെ ഫസ്റ്റ് കടയിൽ തന്നെ സ്റ്റക്കായി. കണ്ട് അകത്തേക്ക് വരുന്ന വഴി ഫുൾ കണ്ടായിരുന്നോ? കംപ്ലീറ്റ് ഇതാ. ആൻഡ് ഫസ്റ്റ് കടയില് അതൊക്കെ ഉണ്ട്. അതുണ്ട്, രാജസ്ഥാനി ഫേർണിച്ചേഴ്സ് വരെ ഉണ്ട്. നമ്മുടെ അടുത്ത ഒരു സംഭവം നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് മസാജ് ചെയർ. ബിസിനസ് അല്ല കേട്ടോ, ഓൺ യൂസിന്. ഇതിനൊരു അഡിക്റ്റാ നമ്മള്. കൈയൊക്കെ കിട്ടുന്നുണ്ടോ? കാലോ? കിട്ടുന്നുണ്ട്. ആ, ഫുൾ പാടാ. കുറച്ചും കൂടെ ഇതാണ് മിഡ് റേഞ്ച്. ഇത് മറ്റേ മേളിന് താഴത്തേക്കുള്ള രീതിയിലേക്ക് പോകുന്നു. ആ, കാല്, കയ്യ്, ഷോൾഡർ, മറ്റേ ഫുൾ ബെഡും പോലെയാവും. വന്നിട്ടേ പ്രിയക്കൊന്നും ഞാൻ പറഞ്ഞപ്പോ ഈ ഒരു സ്കെയിലൊന്നും പ്രതീക്ഷയില്ലല്ലോ. ഇതൊന്നുമല്ല ഈ ഒരു ഏരിയ, ഒന്നുമല്ല ഇവിടുത്തെ. വീട് കെട്ടാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ വരിക. വീട് സെറ്റോ. വീടല്ല, ഹോട്ടലുകാർ വരെ ഇവിടെ വന്ന് എടുക്കുന്ന അറിയോ? അല്ല, വീട്ടിലുള്ള വീടൊക്കെ വീട് പിന്നെ ഇത്രയായിട്ട് എന്തുകൊണ്ടെങ്കിലും ഇമാജിൻ ഒരു ഹോൾ ഹോട്ടൽസും ഫുൾ ഓഫീസ് കോംപ്ലക്സസ് ഒക്കെ ഇവിടെ ഒക്കെ എല്ലാം പെബിൾ ഷേപ്ഡ്. നമ്മുടെ ആക്ച്വലി ഫ്രണ്ട് ഞാൻ പറയാൻ വരുന്നു, ഫ്രണ്ടിലത്തെ സോഫ മാറ്റാറായി. വൈറ്റ് ഇവിടുന്ന് കൊണ്ടുപോയാലോ ഒന്ന്. എന്താ മാത്രമേ ഉള്ളൂ. നോക്ക് എന്ത് രസമല്ലേ ഫിനിഷസ് ഒക്കെ. ഡൈനിങ് ടേബിളൊക്കെ നോക്ക്.
ചെയർ കണ്ടോ? ആ ഇതല്ല അതെ ഇത് കൊറേ ടെഡി ബേഴ്സ് ഇരിക്കുന്നത്. ആ നോക്ക് ഫുൾ ടെഡി ബേഴ്സ്. അല്ല ഇരുന്ന വേദുവിനൊക്കെ അത് കൊടുത്താലോ? ഗെയിം കളിക്കാനും ടി വി കാണാൻ പിന്നെ അവൻ എഴുന്നേക്കില്ല. ഇല്ല ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ. ആ ഇതും ഇഷ്ടമായി. സ്വിറ്റ്സർലൻഡിലൊക്കെ പറ്റിയ സ്ഥലമാണ്. അതൊരു ടേബിളായിരിക്കും ഫോൾഡബിൾ, ഇങ്ങനെ തുറക്കാൻ പറ്റിയത്. നമ്മൾ വിചാരിക്കും മറ്റേ ചൈനീസിൽ ഇങ്ങനത്തെ കെയിനും ഇന്ത്യനും ഒന്നും കാണുന്നത്. എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇത് കെയിനിൽ തന്നെ എത്ര പാറ്റേൺ അവർ സാമ്പിളാക്കി വെച്ചിരിക്കുന്നത്. ചെയർസ് നോക്ക്, ഇത്രയും ചെയർസിന്റെ വെറൈറ്റി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്ത് രസമോ. ഓ വേഗം പൈസ ഉണ്ടാക്ക്, എന്നിട്ട് നമുക്ക് വേൾഡിൽ വെക്കണ്ട വീട്. എന്നിട്ട് ഇവിടെ ഒരു വരവുണ്ട് ഒരു 3 ആഴ്ചത്തേക്ക്. ആ ദേ വരുന്നു. ഒന്നും നോക്കണ്ട, പ്രിയ എടുത്തോ. അത് മാച്ച് ചെയ്തിട്ടുള്ള ടേബിള് ഏതാ? ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ല. എൽവിയുടെ വരെ നോക്ക്. ഓ എൽവിയുടെ ഫിനിഷും ഉണ്ട് അല്ലേ? ഞാൻ എപ്പോഴെങ്കിലും ഒരു ഓഫീസ് തുടങ്ങിയ ഞാൻ ഇതിലിരിക്കും. ജസ്റ്റ് 3rd ഫ്ലോറിൽ ടോയ്ലറ്റ് തപ്പി വന്നതാണ്. ഇപ്പോഴാണ് ഞാനൊക്കെ ഈ 3rd ഫ്ലോറിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടത്തെയൊക്കെ ഫിനിഷും ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സും ഉണ്ടല്ലോ, എൻ്റെ അമ്മോ. ഇത് നിങ്ങൾ ഫേർണിച്ചേഴ്സ് വാങ്ങോ ഇല്ലയോ ഇഷ്ടമല്ലയോ ഒന്നുമല്ല, ഒന്ന് വന്ന് കാണണം ഇവരുടെ ഒരു വിഷനും ഇവരുടെ ഒരു സ്കെയിലും. ആ ഒരു ബെൻറ്റ്ലിയുടെ ഒക്കെ സൈഡ് ടേബിൾ നോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബെഡും പില്ലോയും ഫുൾ സെറ്റ് പോലെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്ലാങ്കറ്റ്സ് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ബ്ലാങ്കറ്റ്, ലൈക്ക് സമ്മർ ബ്ലാങ്കറ്റ്സ് ആണ്. വാഷിംഗ് മെഷീനിൽ ഇടാം. ഒരു നാട്ടിലത്തെ ഒരു 1000 രൂപയുടെ അടുത്ത് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ കടകളിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാധനങ്ങളുണ്ട്. ഇതൊക്കെ റീറ്റെയിലിനും വാങ്ങാം. അതാ നമുക്കിപ്പം ഒരു സാധനം മതിയെങ്കിൽ ഒരെണ്ണമായിട്ടും വാങ്ങിക്കൊണ്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ചൈനയിലെ ബെഡ്ഷീറ്റിലൊക്കെ ആയിരിക്കും ഉറക്കം കേട്ടാ. എല്ലാരും വേണ്ട എന്നാലും കണ്ട രീതിക്ക് വാങ്ങുന്നതാണ്. ആർക്കും വേണ്ട. ലോറൻസ് ചേട്ടൻ എടുത്തില്ലേ? എടുത്തോ? ഇന്നലെ പറഞ്ഞ ഷോപ്പിംഗ് നിർത്തി കേട്ടതില്ലോ ഞാൻ. ഇനി ഒന്നും വാങ്ങില്ല കേട്ടതില്ലോ. മായേ എടുക്ക്, 10 എടുക്ക് മായേ. നമുക്ക് ബെഡോടെ കൊണ്ടുപോയാലോ? ലോറൻസ് ചേട്ടൻ പോയിക്കേ. അടിപൊളിയാ, സൂപ്പറാന്ന് പറഞ്ഞാൽ എല്ലാരെയും കൊണ്ട് എല്ലാം എടുപ്പിക്കും. അതാണ് പരിപാടി. മാറിന്ന് ഞാൻ വേണ്ടാത്ത പകുതി സാധനങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിച്ച ലോറൻസ് ചേട്ടാ. ഇതിലു സൂപ്പറാ, എടുത്തോ. പില്ലൊന്നും വേണ്ട, പോയിക്ക്. ഇനി ഇത് കിട്ടാത്തോണ്ടാ ഉറക്കമില്ലാന്ന് പറയും. ആ ഇതേ വന്നു പിന്നെ. ഇതിനെത്രയാ പറഞ്ഞു? ആ കണ്ട, എന്ത് ചോദിച്ചാലും നല്ല അതേ ഉള്ളൂ ഉത്തരം. അവര് പ്രിയക്ക് പില്ലോയും വെച്ചു കൊടുത്ത് ഫാനും ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൊള്ളാവില്ലോ? ഞാൻ പില്ലോ ഉപയോഗിക്കില്ലല്ലോ. നമ്മുടെ പോലത്തെ, നമ്മുടെ അത്രയും ക്വാളിറ്റി ഇല്ല. പക്ഷെ റൗണ്ട് ടേബിളും 4 ചെയറും കൂടെ 25,000 രൂപ പ്രമോഷൻ. രാജേട്ടാ മിസ് ചെയ്തു. രാജേട്ട ഇല്ലാത്തതുകൊണ്ട് കുറെ പേർക്ക് കച്ചവടം കിട്ടിയില്ല. വാങ്ങിയേട്ടാ, വായിച്ചേച്ചി വാങ്ങി. പക്ഷെ മോശമൊന്നുമല്ല. ഏത് മുതലാളി നോക്ക് അവിടെ ഇരുന്ന് വീട്, ഒരു മുതലാളി അവിടെ ഇരുന്ന് തിരിയുന്നു കസേരയിലിരുന്ന്. രജനീകാന്ത്. വായിച്ചേച്ചിയുടെ സന്തോഷം നോക്ക്. ലോറൻസ് ചേട്ടൻ ഇവരായിട്ട് ഇവിടെ കമ്പനി. ഇതൊക്കെയാണ് ഇവിടെ ചൈനീസിൽ നമ്മൾ ഷോപ്പിംഗ് തന്നുള്ള പാർട്ട് ടൈം. ഇത് കടക്കാരും അതിൻ്റെ കൂടെ ലോറൻസ് ചേട്ടൻ കൂടിയിട്ടുണ്ട്. അല്ല എല്ലാവരുടെയും മുഖത്ത് ഓൾറെഡി പോയി. തുടങ്ങിക്കോ ചേട്ടാ. ആ അവിടെ ഇതൊക്കെ ഡീകോറിന്റെ ഐറ്റംസ് ആണ്. ഈ ഫ്ലോർ കംപ്ലീറ്റ് ഡീകോർസാ. ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ഫേർണിച്ചേഴ്സ്, ഫസ്റ്റ് ഫ്ലോറിൽ ഡീകോർ. ഇനി നമുക്ക് സോഫ്റ്റ് ഫേർണിഷിങ് എല്ലാം ഇപ്പോൾ ഒരു വിധം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ മാറ്റൊക്കെ നമുക്ക് നാട്ടിലും കിട്ടും. ഭയങ്കര രസമാട്ടോ ഇവിടെ ചെടികളുടെ സ്ഥലം. ഓ പ്രിയ, ഞാൻ കണ്ടു റിയൽ ബോഗൻവില്ല പോലെ ഇല്ലേ? നോക്കൂ മമ്മി. വാ, അടുത്ത ട്രിപ്പിൽ വാ നമ്മുടെ കൂടെ ചൈനയിൽ അല്ലേ? ഡാഡിയും മമ്മിയും വരും ചിലപ്പോ. നമ്മൾ വെജ് ഫുഡൊക്കെ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടും നടക്കാം.
ഈ ഒരു മരം നോക്കാം ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇതാണ് ഇത് വേണ്ട സ്റ്റൂളാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ പോർട്ടബിൾ ആയിട്ട് കൊണ്ടും നടക്കാം, അതുപോലെ തന്നെ ഇതുപോലെ വലുതായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ചെയ്യാം. ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നല്ലതായത് ഇതല്ല. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എവിടെങ്കിലും ഒക്കെ ഇരിക്കണമെങ്കിൽ വെയിറ്റ് ഉണ്ടോ? ബാക്ക് പാക്കിന്റെ അകത്ത് ഇടാൻ പറ്റില്ല, എടുക്കാം. വെയിറ്റ് ഉണ്ടോ നോക്ക്. ആ പ്രിൻസ് ഇരിക്ക, മര്യാദക്ക് ഇരിക്കും, പേടിച്ചിരിക്കാതെ. പോർട്ടബിൾ സ്റ്റൂൾ ഇതുപോലെയോ മായ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നുണ്ടോ? വെയിറ്റും ഇല്ല, തൂക്കിയിട്ട് ബാക്ക് പാക്കിനകത്ത് ഇട്ടുകൊണ്ട് നടക്കാം. ഇരിക്കണമെങ്കിൽ തുറന്നിരിക്കും ചെയ്യാം. വാങ്ങാൻ പറഞ്ഞോ? അതെ, പ്രിയനെ മൂപ്പിക്കാൻ നടക്കുന്നുണ്ട്. കപ്പ് സോസർ എന്നൊക്കെ പറഞ്ഞ്. സെറ്റ് ആ അത് മൊത്തം 500 രൂപയുള്ളൂ. ഭരണികളുടെ ഒക്കെ ഷെയ്ഡ് തന്നെ കണ്ട, സോ ബ്യൂട്ടിഫുൾ. ഓ ഡ്രാഗന്റെ തല അടിപൊളിയായിട്ടുണ്ട്. എന്ത് രസം ഭരണികളൊക്കെ. ഫോട്ടോ എടുത്ത് ഇപ്പൊ അനുവിന് അയച്ചു കൊടുത്തു. അപ്പൊ അനു പറഞ്ഞു അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ. എന്ത് രസമല്ലേ. ഇത് സിമന്റ് 3D പ്രിന്റിംഗ് ആണ്. ഓ സിമന്റ് 3D പ്രിന്റിംഗ്. ഫ്യൂച്ചറിൽ ഇത് വേണം എന്ന് പറയും കേട്ടാ, ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. വൺ പീസിന്റെ ക്യാരക്ടേഴ്സ് ഏതൊരു റൂം വെക്കുമ്പോ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. എന്തൊക്കെയല്ലേ. ഇതൊക്കെ കണ്ട് ഇവിടെ ഷോക്ക്ഡ് ആണ് കേട്ടോ. ക്ലോക്സും അതുപോലെ തന്നെ ഈ ഗോൾഡൻ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് വേറെ ലെവൽ ഫീല് തന്നെ. ഇത് കൊള്ളാം കേട്ടാ. 2 കിളികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 2 ലവ് ബേർഡ്സ്, 2 തത്തകളെ വാങ്ങി അല്ലേ? അതെ, അത് കൊള്ളാലോ. ഓ എന്ത് വേണം. ഇവിടെ മായ ചേച്ചി എന്തോ റേറ്റ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ആ ഓ ഇനി അടുത്തത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട റേറ്റിന് സാരി കിട്ടിയ വേണ്ടെങ്കിലും വാങ്ങും. 2 പംകിൻ. അതെന്താ? ഇതൊക്കെ സെൽഫി പൂത്തി വെക്കാൻ അടിപൊളിയാ. ഓ സാധനങ്ങള് പുതിയത് വരുന്നത് എന്ത് രസമാണ് നോക്ക്. ആ പൂച്ച വാങ്ങുന്നോ? പൂച്ചേനെ വേണ്ടാന്ന് ആദ്യമായിട്ട് രാജേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. ലൈവ് ആനിമട്രോണിക്സ് പോലെ ഇത് ഒരെണ്ണം ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തെ ഫുൾ കേരളത്തിൽ നിന്ന് ആൾക്കാർ വരും സെൽഫി എടുക്കാൻ. ഓ ഇതെല്ലാം ഇതുപോലെ ജൈഗാൻറ്റിക് ഫിഗേഴ്സ് അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഇത് റിയൽ ലൈഫ്, ഐ മീൻ എന്താ സ്കെയിൽ മോഡൽസ് എന്ന് പറയും. റിപ്ലിക്ക പോലത്തെ വലുതിൻ്റെ. പക്ഷെ അതല്ല, ഇവിടെ അകത്ത് ഇതുപോലെ യോട്ട്സ് ഉണ്ട്, ടൈറ്റാനിക്സ്, ഷിപ്സ്. ഭയങ്കര രസമായിട്ടുള്ളൊരു തീമാണ് ഈ കസേര വെക്ക്. ഇങ്ങനെ ഓരോ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. ജസ്റ്റ് ടൈം പാസ് ആണ്, സൈറ്റ് സീയിങ് ആണിത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മോർ ദാൻ എന്താ പറയുന്ന ഒരു മാർക്കറ്റ് വിസിറ്റ് പോലെയേ നമുക്ക് തോന്നുന്നില്ല ഇതൊന്നും. ഏറ്റവും വെളി പറയുന്നില്ല, നമ്മളൊരു കച്ചവടം ഉറപ്പാക്കി. 2 മസാജ് ചെയർ ഭയങ്കര ഞങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. അതെ, നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ച പ്രൈസിൽ ഇവര് പറഞ്ഞ പ്രൈസിന്റെ ഏകദേശം ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും രാജേട്ടൻ ഇതും ഞാൻ ഇവരുടെ സെക്കൻഡ് മോഡലും ഇതാണ്. ഏറ്റവും ടോപ്പ് എൻഡും സെക്കൻഡ് ടോപ്പ് മോഡലും ഞാൻ തരാം. സത്യമായിട്ടും കുറെ കാലമായിട്ട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആ പൈസ വേണ്ടോ എന്ന് വെച്ചു. പക്ഷെ രാജേഷ് ചേട്ടൻ വന്ന് 2 പേരും കണക്കാട്ടാ. ലോറൻസ് ചേട്ടനും രാജേഷ് ചേട്ടനും കൺവിൻസ് ചെയ്ത് എടുത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നുള്ള രീതിയിലുള്ള സംസാരമായിരിക്കും. എന്തായാലും നമുക്ക് വേണ്ടായിരുന്നു. നല്ല ഡീലിൽ കിട്ടി. അപ്പോൾ നമുക്ക് വരുമ്പോൾ നന്നായി ബാർഗെയിൻ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഗോളടിയായിരിക്കും. ആരുടെയാന്ന് കണ്ടുപിടിക്കാണ് രാത്രിയിലത്തെ പരിപാടി. എന്തായാലും കുറച്ചൊക്കെ ഇപ്പോഴേ സോർട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇനി കഴിയില്ല. ബാക്കിയൊക്കെ നാളെ വിശേഷങ്ങൾ. അതെ.